ഓരോ ദിവസവും വാർത്ത കാണുമ്പോൾ വല്ലാത്ത ഭയമാണ്. ഇന്നലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് 10-20 പേരെ പിടിച്ചിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവർമാർ മുതൽ വിവിധ ആളുകൾ. ബോംബുകൾ, ഗ്രനേഡുകൾ, ബോംബുകൾ ഉണ്ടാക്കാനുള്ള സാമഗ്രികളൊക്കെ ആയിട്ടാണ്. എല്ലാ ദിവസവും ഇത്തരം വാർത്തകളാണ്. ചാരപ്പണി ചെയ്യുന്നവർ. നമ്മൾ പഹൽഗാം തന്നെ എടുത്താൽ, ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഒന്നും അടങ്ങിയതുകൊണ്ട് പറയുകയാണ്, ഒരു സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഉണ്ട്. അതിനുശേഷം നമ്മൾ കേൾക്കുന്ന വാർത്ത, കാശ്മീരിൽ ഒരു CRPF ഭടൻ, അയാളുടെ ഭാര്യ പാകിസ്ഥാനിയാണ്, വിസ കാലാവധി കഴിഞ്ഞിട്ട് അവിടെ തുടരുന്നു, അയാളെ പുറത്താക്കി, ഡിസ്മിസ് ചെയ്തു. പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറയുന്നു, നമ്മുടെ നാട്ടിൽ 5 ലക്ഷം വനിതകൾ, പാകിസ്ഥാനി വനിതകൾ കല്യാണം കഴിച്ച് ഇന്ത്യൻ പൗരത്വം ഇല്ലാതെ ഇവിടെ വരുന്നുണ്ട്. അവരുടെ കുട്ടികൾ ഇവിടെ ജനിക്കുമ്പോൾ ഇന്ത്യൻ പൗരന്മാരുമായിട്ട് വരും. അച്ഛനും അമ്മയും പാകിസ്ഥാനികൾ, കുട്ടികൾ ഇവിടുത്തെ ആളുകൾ. പാകിസ്ഥാൻ മനസ്സുള്ളതുകൊണ്ടാണല്ലോ പാകിസ്ഥാനിലെ പെണ്ണിനെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അച്ഛനും അമ്മയെന്ന് പറഞ്ഞത്. പിന്നെയുള്ളത് ഈ ഗുജറാത്തിലും UP-യിലും, ഞാൻ ഗുജറാത്തും UP എന്ന് പറയുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഒന്ന് മോദിയുടെ അമിത്ഷായുടെ നാട്, ഒന്ന് യോഗി ഭരിക്കുന്ന നാട്. അവിടെ നിന്ന് 100 കണക്കിന് ബംഗ്ലാദേശികളെ പിടികൂടുന്നു. ഇതെല്ലാം പഹൽഗാമിന് ശേഷം നടക്കുകയാണ്. ഇതിനു മുമ്പ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഉറങ്ങുകയാണ്. നമ്മളങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങും? ആഭ്യന്തര വകുപ്പ് ഉറങ്ങുമൊന്നുമല്ല, ഇതിനൊരു ഗൗരവം നമ്മൾ കൊടുത്തിരുന്നില്ല. ഈ അന്യനാടുകളിൽ ഇവിടെ വന്ന് താമസിക്കുക, അതായത് ശ്രീലങ്ക, ബംഗ്ലാദേശ്, മ്യാൻമർ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇവിടെ നിന്നൊക്കെ ഭാരതത്തിൽ വന്ന് താമസിക്കുക. അവർക്ക് അവിടെ ഒരു അസൗകര്യം, കച്ചവടമൊക്കെ തീരെ മോശം, പെട്ടിയും കിടക്കി എടുത്ത് ഇപ്പുറത്തേക്ക് വന്നു. ഇപ്പുറത്തേക്ക് വരാൻ അങ്ങനെ സ്ട്രിക്റ്റായ നിയമങ്ങളോ സംഗതികളോ ഒന്നും നമ്മുടെ കയ്യിലില്ല. സ്ട്രിക്റ്റായ നിയമങ്ങളില്ല എന്ന് പറഞ്ഞാൽ വിദേശ പൗരന് ഇങ്ങനെ വരാൻ പറ്റുമോ? വിസ വേണ്ടേ? വിദേശ പൗരനൂടെ വരാൻ പറ്റും. അതേസമയം ഒരു പറയട്ടെ, ഒരു വെള്ളക്കാരെങ്കിലും വേണ്ടേ? വിസയെങ്കിലും വേണ്ടേ? ഇല്ല. അതായത് ഗുജറാത്തിൻ്റെ കച്ച് അതിർത്തി, ബംഗാളിൻ്റെ ബംഗ്ലാദേശ് അതിർത്തി, ഇതൊക്കെ പോറസാണ്. വെറുതെ തോട്ടിലൂടെ ഒരു വള്ളം ഊന്നിട്ട് കയറി വരാം. അതിർത്തിയിൽ നിൽക്കുന്ന BSFകാരന് കൈക്കൂലി കൊടുത്തിട്ട് കയറി വരാം. ഗുജറാത്തിലെ കച്ചിൽ പോസ്റ്റിംഗ് കിട്ടാനായിട്ട് BSFലോ CRPFലോ വലിയ കൈക്കൂലി കൊടുക്കും ആൾക്കാർ. 20 ലക്ഷം 50 ലക്ഷം കൈക്കൂലി കൊടുക്കും. പണ്ട് ഈ വാളയാർ ചെക്ക് പോസ്റ്റിൽ പോസ്റ്റിംഗ് കിട്ടാൻ സെയിൽ ടാക്സ് അതുപോലെയാണ് ഈ ചെക്ക് പോസ്റ്റിൽ. ഈ ഹിസ്റ്റോറിക്കലി ഉണ്ടല്ലോ, ഇത് ഒരു രാജ്യമായിരുന്നു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അഖണ്ഡ ഭാരതം, അഫ്ഗാനിസ്ഥാൻ മുതൽ ഏകദേശം ബർമ്മ വരെ, ശ്രീലങ്ക അടക്കം. ശ്രീലങ്കയിൽ നിന്ന് ഇതുപോലെ ആൾക്കാർ കയറി വരുന്നില്ലേ? ചുമ്മാ കയറി വരുന്നുണ്ട്, ഇപ്പോഴും കയറി വരുന്നുണ്ട്. നേവി ഉണ്ട്, കോസ്റ്റ് ഗാർഡ് ഉണ്ട്. പക്ഷേ ഒരു ശത്രുരാജ്യം എന്നുള്ള നിലയ്ക്കല്ല അവരെ ഹാൻഡിൽ ചെയ്യുന്നത്. കുറച്ച് പേര് കയറി ശരി പോട്ടെ, എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ, ഈ രീതിയിലാണ് ഇത് പൊയ്ക്കൊണ്ടിരുന്നത്. ഇത് അവസാനിപ്പിക്കാനാണ് ആദ്യം CAA കൊണ്ടുവന്നതും തൊട്ട് പിന്നാലെ NRC കൊണ്ടുവരാൻ ആലോചിച്ചത്. ഇപ്പോഴും NRC വരും. ഈ ജാതി സെൻസസ് NRCയിലേക്കുള്ള ഒരു പോക്കാണ്. അത് പലർക്കും അതിൻ്റെ പൊളിറ്റിക്സ് മനസ്സിലായിട്ടില്ല. ഒരാളിൻ്റെ ജാതി ചോദിക്കുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വന്നവരൊക്കെ മുസ്ലിങ്ങളാണല്ലോ. മാക്സിമം ആൾക്കാർ ഈ ഓൺലൈൻ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പരിപാടി. ഇവരോട് മതം മാത്രമല്ല ജാതി പറയണം. ജാതി പറയണമെങ്കിൽ ഇവരൊന്നും പുറകോട്ട് ചിന്തിക്കേണ്ടി വരും. ഇവരെല്ലാം ഒരു കാലത്ത് ഹിന്ദുക്കളായിരുന്നു. ജാതി അറിയില്ല, മതം മാത്രമേ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ യു ആർ അണ്ടർ സ്കാനർ. ഈ CAA വന്നു കഴിഞ്ഞപ്പോൾ ഹം കാഗസ് നെഹി ദിഖായെങ്കിൽ, കടലാസ് കാണിക്കത്തില്ല, കടലാസ് കാണിക്കില്ല. കടലാസ് ഇല്ല എന്നല്ല, കടലാസ് കാണിക്കില്ല. കാരണം കടലാസ് കാണിച്ചാൽ ഇവൻ്റെ പൂച്ച് പുറത്താകും. ഇവൻ പാകിസ്ഥാനിയാണ്, ബംഗ്ലാദേശാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് കടലാസ് കാണിക്കില്ല. അതിന് കൂട്ടു നിൽക്കാൻ സാംസ്കാരിക നായകർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവരിവരില്ല. കടലാസ് കാണിക്കില്ല. കേന്ദ്ര സർക്കാരിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ഒരു തെമ്മാടി എൻ്റെ അടുത്ത് ഇത് പറഞ്ഞു, ഞാൻ കടലാസ് കാണിക്കില്ല. ഞാൻ പറഞ്ഞു, അടുത്ത മാസം താൻ കടലാസ് കാണിക്കും, തന്നെ പെൻഷൻ ഹോൾഡ് ചെയ്താൽ. അല്ല അത് അങ്ങനെ ഞാൻ പറഞ്ഞു, അതെ പെൻഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടേ, കടലാസ് കൊണ്ടുപോടുമെന്ന് പറയും.
ഇപ്പം താൻ ഓൺലൈൻ പോസ്റ്റ് ചെയ്താൽ മതി, താൻ ഇതുമായിട്ട് ഡൽഹിയിൽ പോകും തന്നെ വകുപ്പ് സെക്രട്ടറിയുടെ മുമ്പിൽ ക്യൂ നിന്നിട്ട് കടലാസ് കാണിക്കും, ഇല്ലേ? അല്ല, അത് വേണ്ടി വരും. ഞാൻ പറഞ്ഞു ചുമ്മാ വാചകം അടിക്കരുത്. കടലാസ് ചോദിക്കുന്നത് ഒരു സർക്കാരിൻ്റെ ചുമതലയാണ്. അത് ചോദിച്ച് കൃത്യമായിട്ട് ഈ നാട്ടിലെ പൗരന്മാരെത്ര, പുറത്തുനിന്ന് വന്നവരെത്ര, പുറത്തുനിന്ന് വന്നവരെ പുറത്താക്കണോ വേണ്ടേ എന്നുള്ളത് വേറെ കാര്യം. ബട്ട് പുറത്തുനിന്ന് വന്നവരാണെന്ന് തിരിച്ചറിയണ്ടേ? പുറത്താക്കില്ലായിരിക്കും ചിലപ്പോൾ, അത് ദാറ്റ്സ് എ മാറ്റർ ഓഫ് അനദർ ഡിസിഷൻ. ബട്ട് ഇവിടെ ഉള്ളവരെത്ര, പുറത്തുനിന്ന് വന്നവരെത്ര, ഈ ഒരു കണക്കില്ലാത്ത ഒരു രാജ്യവുമില്ല. എങ്ങനെയാണ് അമേരിക്കക്കാരൻ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണെന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞിട്ട് ചങ്ങലയിട്ടും വിലങ്ങ് വെച്ചു കയറ്റി വിട്ടത്? എങ്ങനെ അവർ തിരിച്ചറിഞ്ഞു? അവരുടെ കയ്യിൽ റെക്കോർഡുണ്ട്. ഒറിജിനൽ അമേരിക്കക്കാരനാര്, മെക്സിക്കോയിൽ നിന്ന് വന്നവനാര്, ഇന്ത്യയിൽ നിന്ന് വന്നവനാര്, എവിടുന്നോ വന്നു, പക്ഷേ അമേരിക്കക്കാരനല്ല. ഇങ്ങനെയുള്ളവരെത്ര, ഇതൊക്കെ അവരുടെ കണക്കുണ്ട്. ഈ നാഷണൽ സിറ്റിസൺ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു സാധനം ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ഇവർക്ക് അതല്ല ആവശ്യം. ധർമ്മശാല പോലെ ഇത് സത്രം പോലെ തുറന്നു കിടക്കണം. സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞു ഇന്ത്യ എല്ലാവർക്കും വന്ന് കയറിയെടുക്കാനുള്ള സത്രമല്ല. ഇപ്പോൾ സുപ്രീം കോടതിക്ക് ബോധ്യം വന്നു. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെ അതായിരുന്നില്ല സുപ്രീം കോടതിയുടെ ലൈൻ. ഇപ്പോൾ ബോധ്യം വന്നതെന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടപ്പോൾ പേടിച്ചു പോയി. സുപ്രീം കോടതിക്ക് മനസ്സിലായി സുപ്രീം കോടതി ഇരിക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയുടെ നേർക്കാണ് പാകിസ്ഥാൻ്റെ മിസൈൽ വന്നത്. സിർസയിൽ വെച്ച് നമ്മുടെ പട്ടാളക്കാർ ഇന്ത്യൻ ആർമിയുടെ മിസൈലേറ്റ്, ആകാശ് മിസൈലേറ്റ് അത് പൊളിഞ്ഞു പോയി. അല്ലെങ്കിൽ ഇവരുടെ ആസ്ഥാനം ഉണ്ടാവില്ല, വീടടക്കം. അപ്പോഴാണ് ഇത് ധർമ്മശാലയാക്കാൻ പറ്റില്ല എന്നുള്ള വാക്ക് സുപ്രീം കോടതി ഉച്ചരിക്കുന്നത്. എന്ത് വാങ്ങിക്കോട്ടെ, ദിസ് ഈസ് എ ബേസിക് റിക്വയർമെൻറ്റ്. ഇതിൽ തെറ്റെന്താ? ഞങ്ങൾ കടലാസ് കാണിക്കില്ല, കാണിക്കാത്തവന് കപ്പൽ കയറ്റി വിടണം, എവിടെയെങ്കിലും പുറംകടലിൽ കൊണ്ടുപോയി ഇറക്കി വിടണം. നിങ്ങൾ ഇവിടുത്തെ ഓതറൈസ്ഡ് പൗരനാണെന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് നാണക്കേടെന്താ? അത് ഒളിച്ചു വയ്ക്കുന്നത് എന്തിനാണ്? അതൊരു ശരിയായ കാര്യം. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ കുറേ ഉദാഹരണങ്ങളില്ലേ, CRPFൻ്റെ ഒരു ഭടൻ, എന്തോ ഒരു മുനീർ എന്നാണ് അയാളുടെ പേര്. അയാൾ പാകിസ്ഥാൻ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് അവൾ വിസ കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇതൊന്നും നമ്മുടെ ഇന്റലിജൻസിന് അറിയാമെന്ന് അതിന് ഗൗരവം കൊടുത്തിട്ടില്ല. ഗൗരവം ഇപ്പോൾ എറണാകുളത്ത് കണ്ടിട്ടില്ലേ, ഇവിടെ ചവറിടരുത് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ടാകും. അവിടെ തന്നെ എല്ലാവരും അവിടെ ചവറൊക്കെ ഇടുന്നുണ്ടാകും. ഇത് കോർപ്പറേഷൻ അറിയാം, പോലീസിന് അറിയാം, എല്ലാവർക്കും അറിയാം. അതിനൊരു ഗൗരവം കൊടുക്കുന്നില്ല. അവസാനം ആ ചവറിടുന്ന സ്ഥലത്ത് ഒരു ചോരക്കുഞ്ഞിനെ കണ്ടെത്തി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബഹളം തുടങ്ങും. അപ്പോൾ കോർപ്പറേഷൻ പറയും ഞങ്ങളവിടെ ബോർഡ് വെച്ചതാണ്, ജനങ്ങളാരും മൈൻഡ് ചെയ്തില്ല, ഞങ്ങൾ എന്ത് ചെയ്യും, അപ്പോൾ പിന്നെ അവിടെ ക്യാമറ വയ്ക്കാൻ എന്തെന്നൊക്കെ ചോദിച്ചിട്ട് വലിയ ബഹളം നടക്കും. അത് കഴിയുമ്പോൾ പിന്നെയും പഴയ പോലെ ആവും. പിന്നെയും പഴയ പോലെ ആവും. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ അങ്ങനെ പാടുണ്ടോ? അങ്ങനെ ആവാൻ പാടില്ല. ആ ഒരു പാഠം എല്ലാവരും പഠിച്ചു വരികയാണ് ഇപ്പോൾ. ഞാൻ പറയട്ടെ, ഇതിനു മുമ്പ് സർക്കാർ ഏതെങ്കിലും യൂട്യൂബറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ കിടന്ന് നമ്മൾ തന്നെ ഈ സ്റ്റുഡിയോയിൽ കിടന്ന് എത്ര തവണ ബഹളം വെച്ചു ഈ യൂട്യൂബിൻ്റെ അപകടം, യൂട്യൂബിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലല്ലാത്തതിൻ്റെ അപകടം ഒക്കെ ഒരു സർക്കാരും മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ ദാ ഓരോ യൂട്യൂബർ ചാരവൃത്തി അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് പോക്കുന്നു. ഇപ്പം തുടയിൽ നുള്ളി കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും പഠിച്ചു, സർക്കാരും പഠിച്ചു, കോടതി പഠിച്ചു, എല്ലാവരും പഠിച്ചു. അപ്പം അത് ഇതുവരെ അത് ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഈ ഇപ്പോൾ കൊണ്ട് നടക്കുന്ന വലിയ ബ്രഹ്മാണ്ഡ സ്വരൂപനുണ്ടല്ലോ വേടൻ ശ്രീലങ്കക്കാരനാണ്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ശ്രീലങ്കൻ വംശജൻ. ശ്രീലങ്കൻ വംശം എന്ന് പറയുന്നൊരു വംശം ഞാൻ കേട്ടിട്ടില്ല, പക്ഷേ ശ്രീലങ്കൻ വംശജനാണ്, ശ്രീലങ്കക്കാരനെന്ന് പറയില്ല. ആരാണ് വേടൻ? ശ്രീലങ്കക്കാരനാണെങ്കിൽ അയാളുടെ അമ്മ ശ്രീലങ്കക്കാരിയാണ്. എപ്പോൾ വന്നു ഇവിടെ? ആരാ? ഇവിടുത്തുകാരനാണോ? അല്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അല്ല എന്ന് പറയുന്നതിലൂടെ അയാളുടെ എന്തോ ഓറ വർദ്ധിക്കുന്നു. മലയാളിയല്ല, ശ്രീലങ്കക്കാരനാണ്, അയ്യോ അപ്പോൾ 2 തവണ തൊഴണം എന്നുള്ള അർത്ഥത്തിലാണ് ശ്രീലങ്കൻ വംശജൻ എന്ന് പറയുന്നത്. നമ്മളൊന്ന് താഴ്ന്ന് തൊഴണം പോലും. അതാണല്ലോ അതിൻ്റെ ധ്വനി. ഇയാളെ കൊണ്ടു നടക്കുന്നത് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും ഒക്കെയാണ്, ഇല്ലേ? ഈസി ആൻഡ് ഓതറൈസ്ഡ് സിറ്റിസൺ. ഇത് അല്ല എന്നുള്ള ധ്വനിയിലല്ല ഞാനീ പറയുന്നത്, ഞാനൊരു സംശയമായിട്ട് ചോദിക്കുകയാണ്. ഇത്രയും സ്ലാക്കാണ് നമ്മളുടെ സെക്യൂരിറ്റി സംവിധാനം.
അതുപോലെയാണ് ഈ സ്ഫോടക വസ്തുക്കളിലെ. ഇപ്പം നമ്മൾ മറന്നുപോയി, ഒരു 2 മാസമായി ഇപ്പം ഇവിടെ ഈരാറ്റുപേട്ടയിൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ പിടിച്ചത്, ജലാറ്റിൻ സ്റ്റിക്ക് പിടിച്ചത്. ഈരാറ്റുപേട്ടയിൽ ജലാറ്റിൻ സ്റ്റിക്കിൻ്റെ ആവശ്യം എന്താ? അവിടെ നിന്നാണ് ഇടുക്കിയിലും അവിടെ ഇവിടെ എല്ലാം പാറമടകളിലേക്ക് കൊടുക്കാനാണ്. പാറമടയിലേക്ക് കൊടുക്കാനായിട്ട് കേരളം മൊത്തം പൊട്ടിച്ചു കളയാനുള്ള സ്ഫോടക വസ്തുവാണ് കണ്ടുപിടിച്ചത്. അതിനുശേഷം ആ സ്റ്റോറി പിന്നീട് എങ്ങോട്ട് പോയി കേരളം ഞെട്ടി പോലുമില്ല. ആർക്കും അറിയില്ല. പിന്നീട് ആ സ്റ്റോറി എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. അത് മാനേജ് ചെയ്യാൻ മീഡിയയ്ക്ക് അറിയാം, പോലീസിനറിയാം, ആഭ്യന്തര വകുപ്പ് അത് കേരളത്തിൻ്റെ. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് ഇതറിയാൻ സംവിധാനമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈരാറ്റുപേട്ടയിൽ IBക്ക് ഒരു യൂണിറ്റ് ഉണ്ടെന്നാണ്. കേന്ദ്രത്തിന് സംവിധാനമുണ്ടെന്ന് ഈ സംവിധാനമെല്ലാം സ്ലാക്കാണ്. പ്രത്യേകിച്ച് ഗൗരവത്തിലെടുക്കുന്ന ഒരു വിവരം കിട്ടിയാൽ അത് ഗൗരവത്തിലെടുക്കണ്ടേ? ആ ഗൗരവം കൊടുക്കുന്നില്ല. ഇതൊക്കെ ശിവകാശിയിൽ ഇതിലും വലിയ പടക്കം പൊട്ടിയതാണ്, പിന്നെയാണോ ഇത്? ഇങ്ങനെ പറഞ്ഞ് താരതമ്യം ചെയ്തും നിസ്സാരവൽക്കരിച്ചും പോകുന്ന ഒരു സംസ്കാരമാണ് ഈ പഹൽഗാം കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കേട്ടൊരു വിശദീകരണമുണ്ട്. അത് അമർനാഥ് യാത്ര തുടങ്ങുമ്പോഴാണ് ജൂൺ ജൂലൈയിലാണ് അവിടെ തുറന്നു കൊടുക്കേണ്ടിയിരുന്നത്. അത് നേരത്തെ സംസ്ഥാന സർക്കാർ തുറന്നു കൊടുത്തത് കേന്ദ്ര സർക്കാരിനെയും സുരക്ഷാ ഏജൻസികളെയും അറിയിച്ചില്ല. അതുകൊണ്ട് സംഭവിച്ചതാണ്. എന്തൊരു ന്യായമാണത്? ഇല്ല, ഈ കേന്ദ്ര സർക്കാർ അന്ന് ഈ സർവകക്ഷി യോഗം വിളിച്ചില്ല. ആ സർവകക്ഷി യോഗത്തിൽ തുറന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചാണ് സുരക്ഷാ വീഴ്ചയുണ്ടായി. അപ്പോൾ അതെങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ടാണ് ഇത് പറയുന്നത്. സാധാരണ ഈ അത് ബൈസൺ വാലിയോ ബൈറസൺ വാലി, ഈ വാലി തുറക്കുന്നത് അമർനാഥ് യാത്രയുടെ സമയത്താണ്. അമർനാഥ് യാത്ര അതിലൂടെയാണ് പോകേണ്ടത്. അപ്പോഴാണ് അത് തുറക്കുന്നത്. ഇത് കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിനായിട്ട് ടൂർ ഓപ്പറേറ്റേഴ്സും അവരും ഒക്കെ കൂടെ തുറന്നു. തുറക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ഗോപുരമൊന്നുമില്ല, തുറക്കാനില്ല, ഗേറ്റും സംഗതിയൊന്നുമില്ല. ആ വഴിയെ പോകണോ വേണ്ടതെന്ന് തീരുമാനിക്കുക, എത്രയേ ഉള്ളൂ. ഇവർ കുതിരപ്പുറത്ത് ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. അവിടെ പോകാനായിട്ട് 2 വഴിയാണ്. ഒന്ന് കുതിരപ്പുറത്ത് പോവുക, ഷോർട്ട് റൂട്ടാണ്, പക്ഷേ ഒരുപാട് കല്ലും ഇതുമൊക്കെ കുതിരപ്പുറത്തേ പോകാൻ പറ്റുള്ളൂ. വേറൊന്ന് 2.5 കിലോമീറ്റർ നടന്നു പോകണം. ഇപ്പോൾ 2.5 കിലോമീറ്റർ തണുപ്പത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് നടന്നു പോകുന്നവർ അപൂർവമാണ്, കുതിരപ്പുറത്താണ് എല്ലാവരും പോകുന്നത്. ഇവർ പോയി അവർ ഈ അവസരം ഉപയോഗിക്കുകയും ചെയ്തു. അന്ന് വന്നിരുന്നല്ലോ, അവരൊരു 3 സ്പോട്ടാണ് സെലക്ട് ചെയ്തത് ടെററിസ്റ്റ് അറ്റാക്കിന്. അപ്പോൾ അതിൽ 2 സ്പോട്ടും ഫീസിബിളായില്ല. അപ്പോഴാണ് 3ാമത്തെ സ്പോട്ട് അവിടെ അവർ പ്രതീക്ഷിച്ചു പോലുമില്ല. കാരണം അമർനാഥ് യാത്രയുടെ സമയത്തല്ലേ തുറക്കുള്ളൂ. പക്ഷെ നേരത്തെ തുറന്ന് കളിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ മെല്ലെ ഓപ്പറേഷൻ തുറന്നാൽ പോലും ഇന്റലിജൻസിന് ഇത് അറിയാൻ മാർഗമില്ലേ? അറിഞ്ഞു കാണും, ഇൻ്റലിജൻസ് അറിയും. തുറന്നു ഇത്തവണ നേരത്തെ തുറന്നല്ലോ. അല്ലാതെ ഇയാൾക്ക് സംശയം തോന്നില്ല, അമർനാഥ് യാത്രയുടെ സമയത്ത് തുറക്കേണ്ടതാണ്, ഇതാരാ നേരത്തെ തുറന്നത് എന്ന് ചിന്തിക്കണ്ടേ? അത് ചിന്തിക്കില്ല. കാരണം കാശ്മീർ നോർമലായി. നമ്മൾ വലിയ ആഘോഷമല്ലായിരുന്നു. കാശ്മീരിൽ ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, കല്ലേറില്ല, അവിടെ വെപ്പില്ല, അതില്ല, ഇതില്ല, എല്ലാം സന്തോഷം. ഈ ഡെമോക്രസിക്ക് കൊടുക്കേണ്ട ഒരു വിലയാണ് എറ്റേണൽ വിജിൽ. ഉറങ്ങാതെ കാവൽ നിന്നാലേ ഒരു രാഷ്ട്രത്തിനും ജനാധിപത്യത്തിനും നിലനിൽക്കാൻ പറ്റുള്ളൂ. ജനാധിപത്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ജനാധിപത്യ വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഒരു രാജ്യത്തെ പട്ടാളം, അതിൽ ജനാധിപത്യം ഉണ്ടോ? പട്ടാളക്കാർ വോട്ട് ചെയ്തൊന്നും അല്ല തീരുമാനിക്കുന്നത്. കമാൻഡർ തീരുമാനിക്കുന്നു, പോയി ഇന്നത് ചെയ്യടാന്ന് പറഞ്ഞാൽ ചെയ്യണം. ആ ജനാധിപത്യം ഇല്ല. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ജനാധിപത്യ വിരുദ്ധമായ തന്ത്രങ്ങൾ വേണ്ടി വരും നിങ്ങൾക്ക്. ഈ ഗൗരവത്തിലെടുക്കുക എന്ന് പറഞ്ഞൊരു സാധനം പണ്ട് കുറേയെങ്കിലും ഉണ്ടായിരുന്നു. നമ്മൾ ആളെണ്ണം കുറവായതുകൊണ്ട് ഗ്രാമപ്രദേശത്തൊക്കെ അപരിചിതനെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചു നിർത്തുക. ആരാ, എവിടുന്നാ? കുറേ ഇപ്പോൾ ഇവർ രാവിലെ മുതൽ ഇവിടെ കാണാമല്ലോ, ആരെ കാണാമെന്ന് എന്നൊക്കെ ചോദിക്കും. ഇപ്പം ആര് ചോദിക്കും? ചോദിച്ചാൽ പ്രശ്നമാവും. ചോദിച്ചാൽ പ്രശ്നം. അയാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി സദാചാര ഞാൻ എവിടെ പോയി, നിങ്ങൾക്ക് എന്താ? പണ്ട് എനിക്കും ഉണ്ടായിരുന്നു ഇത് കേട്ടോ, എനിക്കിപ്പോഴും ഉണ്ട്. എവിടെ പോകുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ എവിടെ പോയി എന്താന്ന്. ബട്ട് ഈ അപരിചിതന്മാരെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ള പ്രവൃത്തി ജനങ്ങൾ സ്വമേധയാ ചെയ്തിരുന്നു.
ഇപ്പോൾ അങ്ങനെയില്ല. അല്ല, ഇപ്പോൾ ഈ സമീപകാലത്ത് നടക്കുന്ന ഈ സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് പതുക്കെ ചില ചോദ്യങ്ങൾ മർമർ പോലെ വരുന്നുണ്ട്. അതായത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനം അത്ര പോരാ, അമിത്ഷാ ഈ പറഞ്ഞ പോലെ ഈ കാര്യത്തിൽ പോരാ. ഉം. ഈ പുറത്തുനിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ ഹാൻഡിൽ ചെയ്യുന്നതിൽ സംസ്ഥാനങ്ങളുടെ ആണെങ്കിലും കേന്ദ്രത്തിൻ്റെ ആണെങ്കിലും പ്രവർത്തനങ്ങൾ പോരാ. ഇപ്പോൾ പിണറായി വിജയൻ CAA എതിരാണെന്നൊക്കെ പറഞ്ഞെങ്കിലും 12 ഡിറ്റൻഷൻ സെൻ്ററുകൾ മറ്റോ തുറന്നു ആ ബഹളം നടക്കുന്നതിനിടയ്ക്ക് കൊറോണ സമയത്ത്. അതെ, 12 ഡിറ്റൻഷൻ സെൻ്ററുകൾ പണിഞ്ഞു. സോ എല്ലാവർക്കും ഇതിൻ്റെ ഗൗരവം മനസ്സിലായി വരുന്നു. ഈ CAA വിരുദ്ധ സമരം നടക്കുന്നതിന് തൊട്ട് മുമ്പ് 22 ബംഗ്ലാദേശികളെ പിണറായി വിജയൻ്റെ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവിടെ ആലുവയിൽ നിന്ന്. പക്ഷേ വേറെ അപ്പോൾ വല്ലപ്പോഴും ഒക്കെ പിടിക്കുന്നു. UP യിൽ നിന്നും ഗുജറാത്തിൽ നിന്നും നൂറുകണക്കിന് ആളുകളെ പിടിച്ചെങ്കിൽ കേരളത്തിലും ബംഗാളിലും എത്ര ഉണ്ടാവും? ഒരുപാടുണ്ടാവും, ലക്ഷങ്ങളാണ്. ഈ പാകിസ്ഥാനെ പോലെയല്ല, ബംഗ്ലാദേശികൾ ഇതിൻ്റെ ഇരട്ടി ഉണ്ടാവും. പാകിസ്ഥാൻ്റെ ഇരട്ടിയാണ് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആൾക്കാർ. ഈ പലപ്പോഴും നമ്മൾ ബംഗാളി എന്ന് വിളിക്കുന്നവനൊക്കെ ബംഗ്ലാദേശിയായിരിക്കും. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും ചേട്ടാ? ഇത് സംസ്ഥാന സർക്കാർ സഹായിക്കത്തുമില്ല. സഹായിക്കുകയൊക്കെ ചെയ്യും, പ്രസംഗിക്കും കേട്ടോ. പ്രസംഗിക്കുന്നത് ബംഗ്ലാദേശിന് അനുകൂലമായി. പിന്നെ ഈ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ വസുദൈവ കുടുംബകം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കും. പുറകെ കൂടെ കാരണം ഇത് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. അത് ആഭ്യന്തര വകുപ്പിൻ്റെ രഹസ്യ മെസ്സേജ് വരും, ഇന്ന സ്ഥലത്ത് അതനുസരിച്ച് കേരളത്തിലെ പോലീസോ IBയോ ആക്ട് ചെയ്യും. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പിണറായി വിജയൻ്റെയും ഗോവിന്ദൻ്റെയൊക്കെ പ്രസംഗം വരും. ഈ പ്രസംഗം ആരെ ഉദ്ദേശിച്ചിട്ടാണ്? മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ബംഗ്ലാദേശ് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഇവിടുത്തെ 10 മുസ്ലിം വോട്ട് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രസംഗമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ സഹകരിക്കാതിരിക്കുന്നൊന്നുമില്ല. ഈ അമിത്ഷാ ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുന്നവർക്ക് എന്താ മറുപടി? അല്ല, അമിത്ഷാ ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആർക്കും ചോദിക്കാവുന്നൊരു കാര്യം. അമിത്ഷായ്ക്ക് ഉറക്കവും ആവശ്യമാണ്. മനുഷ്യന് ഉറങ്ങണം. ഇത് അവർ ടോട്ടൽ സിസ്റ്റം ഒരു അല്പം അയഞ്ഞു കിടക്കുകയായിരുന്നു. അത് ഇനിയിപ്പോൾ ഓരോ നട്ടും ബോൾട്ടും ഓരോ സ്ഥലത്തും മുറുക്കി കൊണ്ടുവരണം. അതിനിടയ്ക്ക് കോടതികളുടെ ഇടപെടൽ, പൊതുജനങ്ങളുടെ സമരങ്ങൾ, ബഹളങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. ഇതെല്ലാം നേരിട്ട് ഇതെല്ലാം ടൈറ്റൻ ചെയ്യണം. ഇതൊരു തുടർച്ചയാണ്. ഒന്ന്, ഈ പൊതുജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജ്യം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ഇല്ല. അതൊരു പ്രോസസ്സാണ്. നിതാന്തമായിട്ട് സുരക്ഷിതത്വം. നിങ്ങൾ അവിടെ വെടി, മറ്റേയാളെ പിടിച്ചു, ഇയാളെ പിടിച്ചു, ഇവിടെ ബോംബ് പിടിച്ചു, അവിടെ അമിട്ട് പിടിച്ചു, ഇങ്ങനെ പോകുന്നതാണ് രാജ്യസുരക്ഷ. അല്ലാതെ എല്ലാം സുരക്ഷിതമായി നമ്മൾ രാത്രി വീട്ടിൽ അടുക്കള വാതിലും മുൻവശത്തെ വാതിലും ഒക്കെ അടച്ചു കുറ്റിയിട്ട് ഇവൻ്റാണ്, ജോലി കഴിഞ്ഞു, പിന്നെ നമ്മൾ സുഖമായിട്ട് ഉറങ്ങുന്നു. ഇങ്ങനൊരവസ്ഥ രാജ്യത്തിനുണ്ടാവില്ല. 24 മണിക്കൂറും ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. 24 മണിക്കൂറും കണ്ണിൽ എണ്ണയൊഴിച്ച് ഈ സുരക്ഷ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൽ വ്യക്തിപരമായിട്ട് അമിത്ഷാ ഉറങ്ങരുതെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പ്രായോഗികമല്ല. ഈ കാര്യത്തിൽ പറയുന്നതേ ഉള്ളൂ, കാവ്യാത്മകമായി. ഈ കാര്യത്തിൽ ഒരു സ്ലാക്നെസ് ഉണ്ട്. ഒന്ന്, ജനങ്ങളുടെ ഗൗരവമാണ് രാഷ്ട്രത്തിൻ്റെയും ഗൗരവം. അതെ, പെഹൽഗാം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, മൊത്തം ഭാരതത്തിൽ തിരിച്ചടിക്കണം എന്നൊരു വികാരം ഉണ്ടായില്ല. പട്ടാളം തിരിച്ചടിച്ചു. നമ്മുടെ കേരളത്തിൽ പോലും അതിശക്തമായിട്ടുണ്ട്. അതേസമയം ഇല്ല, അത് സാരമില്ല എന്നൊരു പൊതുവികാരമാണ് നിലനിൽക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭരണകൂടത്തിന് ഒരു സ്ലാക്നെസ് വരും. അതനുസരിച്ച് മിലിറ്ററിയിലും ഒരു സ്ലാക്നെസ് വരും. വെറുതെ നമ്മൾ എന്തിനാന്നൊക്കെ പറഞ്ഞ് കൗണ്ടർ പോയിൻറ്റ്സ് ആൾക്കാർ ആർഗ്യൂ ചെയ്യാൻ തുടങ്ങും. യുദ്ധത്തിനെതിരെയും ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ആ പോയിൻറ്റ്സിന് പ്രാമുഖ്യം കിട്ടും. അപ്പോൾ ജനങ്ങളുടെ പൊതുവികാരം അത് സർക്കാരിനെ കടുപ്പപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കും. ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറയാം, വടക്കംപറവൂർ മുതൽ തൊടുപുഴ വരെയുള്ള ബെൽറ്റ്, പറവൂർ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, തൊടുപുഴ വരെയുള്ള ബെൽറ്റ്, ഇത് ഈ ഭാഗത്താണ്. പെരുമ്പാവൂരാണ് ഏറ്റവും കൂടുതൽ ഈ അന്യസംസ്ഥാന അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ ഉള്ളത്. ഇവിടെയുള്ള ജനങ്ങൾ ഇവരെ പിടിച്ചു നിർത്തുന്നു നോക്കി. ഇവനെ കണ്ടിട്ടില്ല ഇവിടെ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്നു, പ്രശ്നം ഉണ്ടാകുന്നു.
ഒരു 4-5 സ്ഥലത്ത് ഇതുപോലത്തെ കച്ചറയുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ടൈറ്റാകും. സ്റ്റേറ്റ് പോലീസ് ചീഫ് ടൈറ്റാകും, ആ മെസ്സേജ് പോകും, ഡൽഹിക്ക് മെസ്സേജ് പോകും. ഇങ്ങനെയാണ് ഇവരുടെ ആധാർ കാർഡ് മുഴുവൻ പരിശോധിക്കണം. അപ്പോൾ പെരുമ്പാവൂർ ഒരു പ്രത്യേക ഏരിയ ഡിക്ലെയർ ചെയ്തിട്ട് സബ് കളക്ടറോട് പറയും, യു ബി ദയർ, നിങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്തിട്ട് അവിടെയുള്ള എല്ലാവരുടെയും റെക്കോർഡ്സ് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞ് സംഭവം ചൂടാവും. ഇതിന് മാധ്യമങ്ങളും സഹായിക്കണം. ദർ ഈസ് എ പ്രോബ്ലം. ആ ഏരിയ മുഴുവൻ ഇൻഫെസ്റ്റഡ് ബൈ സസ്പെക്റ്റഡ് ബംഗ്ലാദേശീസ്. അവർ ദുഷ്ടരാണോ, അവരെ തിരിച്ചുവിടണോ, ഇതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ആദ്യത്തെ കാര്യം. അതിൽ നാട്ടുകാർക്കും ഒരു പങ്കുണ്ട്. അല്ലാതെ ഞാൻ വീട്ടിൽ കിടന്നുറങ്ങും, അമിത്ഷാ എൻ്റെ വീട്ടിൽ കാവൽ നിൽക്കണം എന്ന് പറയുന്നത് ആഗ്രഹിക്കാൻ തെറ്റൊന്നുമില്ല, പ്രായോഗികമല്ലാതെ. അപ്പം നമ്മളും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഭയം വേണ്ട, ജാഗ്രത മതി. ഭയപ്പെട്ടാലും വിരോധമൊന്നുമില്ല, ഈ പ്രോസസ്സ് തടസ്സപ്പെടുത്താതിരുന്നാൽ മതി. എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് NRC, NPR, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, നാഷണൽ സിറ്റിസൺ രജിസ്റ്റർ, ഈ പോപ്പുലേഷനും സിറ്റിസണും തമ്മിൽ വ്യത്യാസമില്ല. എറണാകുളത്തെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചേർത്തലക്കാരുണ്ടാകും, ആലുവക്കാരുണ്ടാകും, കോട്ടയത്ത് രാവിലെ വന്നു വൈകുന്നേരം പോയി. ഇപ്പോൾ എറണാകുളത്ത് കുടിവെള്ളം എത്ര വേണം, പോപ്പുലേഷൻ വെച്ച് വേണം തീരുമാനിക്കാൻ. കാരണം കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് വന്ന് ജോലി ചെയ്ത് വൈകുന്നേരം വെള്ളം കുടിക്കണ്ടേ അവന്. കോട്ടയത്തുകാരന് വെള്ളം തരില്ല എന്ന് പറയാൻ പറ്റും. അതേസമയം പെർമനൻറ്റ് കണക്ഷൻ കൊടുക്കുമ്പോൾ എറണാകുളത്തെ റെസിഡൻസ് ആരാണ്? എറണാകുളത്ത് താമസിക്കുന്നവർ, എറണാകുളത്ത് വീടുള്ളവർ, പെർമനൻറ്റ് റെസിഡൻസ്. അപ്പോൾ പെർമനൻ്റ് ആൾക്കാർക്ക് വേണ്ട ഫെസിലിറ്റി പോപ്പുലേഷന് വേണ്ട, വന്നും പോയി നിൽക്കുന്ന. നമ്മുടെ ഇന്ത്യയിൽ എടുത്തു കഴിയുമ്പോൾ പഠിക്കാൻ വന്ന പിള്ളേർ ശ്രീലങ്കയിൽ നിന്ന് പഠിക്കാൻ വന്നിരിക്കും, 2 വർഷം കഴിയുമ്പോൾ അവർ തിരിച്ചു പോകും. അവർ പോപ്പുലേഷൻ്റെ കൂടെ അവർ വേണം. എത്രയാണ് നമ്മളുടെ പോപ്പുലേഷൻ? മറ്റത് നമ്മുടെ സിറ്റിസൺ എത്രയാണ്? അതുകൊണ്ട് NCRഉം NPRഉം ആവശ്യമാണ്. ഇത് രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ആവശ്യമാണ്. ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഹം കാഗസ് നെയ് ദിഖായെങ്കിൽ, കാഗസ് ദിഖായെങ്കിൽ എന്ന് പറയണം. നിങ്ങൾ വാങ്ങിച്ച സ്ഥലം പോക്കുവരവ് ചെയ്യാനായിട്ട് ഞാൻ മുന്നാധാരം ഞാൻ കാണിക്കില്ല, കാണിച്ചു പോക്കുവരവ് നടക്കില്ല. അത് തന്നെ. ഈ വില്ലേജ് ഓഫീസർക്ക് ഈ കടലാസ് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കേന്ദ്ര സർക്കാർ ചോദിക്കും, ഞങ്ങൾ കാണിക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു കുഴപ്പമുണ്ട്. അതൊക്കെ മോശമാണ്. ശരിക്കും പറഞ്ഞാൽ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ചിന്തിക്കുകയാണ് വെറും മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒവൈസിയുടെ കാര്യത്തിൽ ഞാൻ അഭിപ്രായ വ്യത്യാസം പറയുന്നത്. യു ആർ ടേക്കിംഗ് ഒവൈസ്. അയാൾക്ക് ഈ കാര്യത്തിൽ എന്താ നിലപാട്? കാഗസ് നഹി ദിഖായെങ്കിൽ, ഈ ടൈപ്പാണ് അയാൾ തുറന്ന് പറഞ്ഞതുമാണ്. അപ്പോൾ ആ ഒരു മനോഭാവത്തിൽ, നാട്ടുകാരുടെ മനോഭാവത്തിലും വ്യത്യാസം വരേണ്ടിയിരിക്കുന്നു. സെക്യൂരിറ്റി ലാപ്സസ് ഉണ്ട്. ഇത്രയും വലിയ രാജ്യത്തിൻ്റെ ഇത്രയധികം കടൽ തീരം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂരിഭാഗവും കടലിലേക്ക് ഇറങ്ങി നിൽക്കുകയല്ലേ. ഞാനെപ്പോഴും പറയാറുള്ളതല്ലേ, നമ്മൾ അതിർത്തി സംസ്ഥാനമാണ് കേരളം, സൂക്ഷിക്കണം. നമുക്കെന്ത് വരാനാണ്? അങ്ങനെ അല്ല. നമ്മൾ അപകടത്തിൻ്റെ വക്കിൽ ജീവിക്കുന്നവരാണ്. അപ്പം ആ ബോധ്യം ജനങ്ങൾക്കുണ്ടാവണം. അങ്ങനെ ഒരു ധാർമ്മിക ബോധം ജനങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് അമിത്ഷായെ ചോദ്യം ചെയ്യാൻ ഒരു ധാർമ്മിക അവകാശം ഉണ്ടാകും. അതല്ലാതെ അമിത്ഷായാണ് ഇതെല്ലാം ചെയ്യേണ്ടത് എന്നുള്ള ഞാൻ കിടന്നുറങ്ങും കേവല ബോധ്യത്തിൽ ഞാൻ കടലാസ് കാണിക്കുകയില്ല, ഞാനൊന്നും ചെയ്യില്ല, വേണമെങ്കിൽ അമിത്ഷാ എന്നെ സംരക്ഷിച്ചില്ലെങ്കിൽ അമിത്ഷായുടെ കുറ്റം, ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അത് ശരിയല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.